എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുമൈല. ഞാൻ നീത. ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 399 സൂറ അൻകബൂത്തിലെ 24 മുതൽ 30 വരെയുള്ള വചനങ്ങളാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ أن قالوا اقتلوه أو حرقوه فأنجاه الله من النار إن في ذلك لآيات لقوم يؤمنون. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജനതയുടെ മറുപടി, അവനെ കൊലപ്പെടുത്തുവിൻ അല്ലെങ്കിൽ അവനെ ചുട്ടെരിക്കുവിൻ എന്ന് അവർ പറഞ്ഞതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തെ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്തി. നിശ്ചയമായും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. وقال إنما اتخذتم من دون الله أوثانا مودة بينكم في الحياة الدنيا ثم يوم القيامة يكفر بعضكم ببعض ويلعن بعضكم بعضا ومأواكم النار وما لكم من ناصرين. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചിട്ടുള്ളത് ഐഹിക ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള താല്പര്യത്തിനായി മാത്രമാകുന്നു. പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ ചിലർ ചിലരെ നിഷേധിക്കുന്നതും ചിലർ ചിലരെ ശപിക്കുന്നതുമാകുന്നു. നിങ്ങളുടെ സങ്കേതം നരകവുമായിരിക്കും. സഹായികളായിട്ട് നിങ്ങൾക്ക് ആരും തന്നെ ഉണ്ടാവില്ല. فآمن له لوط وقال إني مهاجر إلى ربي إنه هو العزيز الحكيم. അപ്പോൾ ലൂത്ത് അദ്ദേഹത്തെ വിശ്വസിച്ചു. അദ്ദേഹം ഇബ്രാഹിം പറഞ്ഞു, ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് ഹിജ്റ പോവുകയാണ്. നിശ്ചയമായും അവർ തന്നെയാണ് പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവൻ. ووهبنا له إسحاق ويعقوب وجعلنا في ذريته النبوة والكتاب وآتيناه أجره في الدنيا وإنه في الآخرة لمن الصالحين. അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നാം പ്രദാനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സന്തതിയിൽ നാം പ്രവാചകത്വവും വേദഗ്രന്ഥവും ഏർപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഇഹത്തിൽ നാം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം പരലോകത്തിലാകട്ടെ നിശ്ചയമായും സദ്ബുദ്ധന്മാരിൽപ്പെട്ടവനാകുന്നു. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും لتأتون الفاحشة ما سبقكم بها من أحد من العالمين. ലൂത്തിനെയും ഓർക്കുക. അതായത് അദ്ദേഹം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, നിശ്ചയമായും നിങ്ങൾ നീചകൃത്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലോകരിൽ നിന്ന് ഒരാളും തന്നെ അത് നിങ്ങൾക്ക് മുമ്പ് ചെയ്യുകയുണ്ടായിട്ടില്ല. أئنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين. നിങ്ങൾ കാമനിവാരണാർത്ഥം പുരുഷന്മാരുടെ അടുക്കൽ തന്നെ ചെല്ലുകയും വഴിമുറിക്കുകയും
വഴിപോക്കന്മാരെ ആക്രമിക്കുകയും നിങ്ങളുടെ സദസ്സിൽ വെച്ച് നിഷിദ്ധ കൃത്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയുടെ മറുപടി, നീ സത്യവാദികളിൽ പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവാ എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. قال رب انصرني على القوم المفسدين. അദ്ദേഹം പറഞ്ഞു, രക്ഷിതാവേ, ഈ നാശകാരികളായ ജനങ്ങളുടെ മേൽ എന്നെ നീ സഹായിക്കണേ. സദഖല്ലാഹ്. അസ്സലാമു അലൈക്കും.